കൊടുംചൂട് അനുഭവപ്പെടുന്ന പുനലൂരിൽ വീണ്ടും സൂര്യതാപം. നഗരസഭാ ജീവനക്കാരിക്ക് പൊള്ളലേറ്റു. പുനലൂർ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഓവർസിയർ റീന പി കോശിക്കാണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് സംഭവം. പ്ലാച്ചേരിയിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ സജ്ജമാക്കിയ പോളിംഗ് ബൂത്തിൽ വൈദ്യുതീകരണ പ്രവൃത്തി പരിശോധിക്കാനെത്തിയപ്പോഴാണ് പൊള്ളലേറ്റത്. കഴുത്തിന്റെ വലതുഭാഗത്തായി നീറ്റലും പുകച്ചിലും അനുഭവപ്പെടുകയും പിന്നീട് പൊള്ളി തിണർക്കുകയുമായിരുന്നു. പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ കൊല്ലവും ഇതേ സമയം റീനയ്ക്ക് സൂര്യതാപത്തെ തുടർന്ന് കഴുത്തിൽ പൊള്ളലേറ്റിരുന്നു. പുനലൂരിൽ ഈ വേനലിൽ മൂന്നാമത്തെ ആൾക്കാണ് സൂര്യതാപം ഏൽക്കുന്നത്. ഒരാഴ്ച മുമ്പ് ചന്തയിലെ ഉന്തുവണ്ടി കച്ചവടക്കാരനും വിളക്കുവട്ടം സ്വദേശിയുമായ യുവാവിനും സൂര്യതാപം ഏറ്റിരുന്നു. ഓഫീസിൽ നിന്ന് രാവിലെ 10:30 മണിക്ക് പോളിംഗ് ബൂത്തായി പ്രവർത്തിക്കുന്ന പ്ലാച്ചേരി ഹെൽത്ത് സെൻ്ററിൽ ഇലക്ട്രിഫിക്കേഷൻ വെരിഫിക്കേഷന് വേണ്ടി പോയിരുന്നതായിരുന്നു. അവിടെ നിന്ന് തിരികെ വന്നപ്പോഴത്തേന് കഴുത്തിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് ഭയങ്കര ചുവന്ന തിണർപ്പും നീറ്റലും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവപ്പെട്ടു തുടങ്ങി. അത് ഓഫീസിൽ വന്നപ്പോഴത്തേനും മനസ്സിലായി അത് സൂര്യതാപമേറ്റതാണെന്ന്. അപ്പോൾ തന്നെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടി. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ സമയത്ത് ഇതേ ഭാഗത്ത് തന്നെയാണ് എനിക്കുണ്ടായത്. ഡോക്ടർ ഇനി അന്ന് ഫിസിഷ്യനെയാണ് കണ്ടത്, ഇനി ഒരു ഡെർമറ്റോളജിസ്റ്റിനെയും കൂടെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഡോക്ടറിനെ കാണാനായിട്ട് പോവുകയാണ്. ഫെബ്രുവരി മുതൽ കടുത്ത ചൂടാണ് പുനലൂരിൽ രേഖപ്പെടുത്തി വരുന്നത്. 39.6 ഡിഗ്രി സെൽഷ്യസാണ് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ കൂടിയ താപനില. കുറഞ്ഞ താപനില 21.6 ഡിഗ്രി സെൽഷ്യസും 4 ദിവസം മുമ്പ് 39.8 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നിരുന്നു. വേണ്ടത്ര മഴ ലഭിക്കാത്തത് പുനലൂരിൽ അത്യുഷ്ണത്തിന് ഇടയാക്കുകയാണ്. അതിനിടെ തിങ്കളാഴ്ച വൈകിട്ട് നേരിയ വേനൽ മഴ ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.